വി സ്പീക്ക് വീഡിയോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ നാട്ടിൽ മുതിർന്ന പൗരന്മാർക്ക് കേന്ദ്ര സർക്കാരിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും പഞ്ചായത്തുകളുടേതുമൊക്കെയായി വിവിധ ആനുകൂല്യങ്ങൾ, അതും APL VPL വ്യത്യാസമില്ലാതെ നൽകുന്നതടക്കം നിലവിലുണ്ട്. 2025 വർഷത്തിൽ ഇത്തരത്തിൽ ലഭിക്കുന്ന വിവിധ ആനുകൂല്യങ്ങളെക്കുറിച്ചാണ് വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. വിശദ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായി ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കാതിരിക്കുക. ജീവിത സായാഹ്നത്തിലെത്തിയ മുതിർന്ന വ്യക്തികൾക്ക് വ്യത്യസ്തരായ പ്രതിസന്ധി അഭിമുഖീകരിക്കേണ്ടത് വരുമെന്ന് നമുക്കറിയാം. ചിലർക്ക് ആരോഗ്യ പ്രശ്നങ്ങളുടെ രൂപത്തിലാണെങ്കിൽ മറ്റു ചിലർക്ക് സാമ്പത്തിക പ്രശ്നങ്ങളുടെ രൂപത്തിലായിരിക്കും. ഇത്തരം സാഹചര്യത്തിൽ മുതിർന്ന പൗരന്മാർക്ക് വിവിധ തരത്തിലുള്ള ആനുകൂല്യങ്ങളും സഹായങ്ങളും സർക്കാരും ഏജൻസികളും ലഭ്യമാക്കുന്നുണ്ട്. ഇത്തരത്തിൽ മുതിർന്ന പൗരന്മാർക്ക് നിലവിൽ ലഭിക്കുന്ന ചില ആനുകൂല്യങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ആദ്യത്തേത്, കേന്ദ്ര സർക്കാർ APL VPL വ്യത്യാസം ഇല്ല നോക്കാതെ, അതുപോലെ തന്നെ വരുമാന പരിധി ഒന്നും നോക്കാതെ തന്നെ ഒരു കുടുംബത്തിലെ 70 വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും വർഷത്തിൽ ഒരു 5 ലക്ഷം രൂപയുടെ സൗജന്യ ആയുഷ്മാൻ ഭാരത് ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ സ്കീം വഴി കഴിഞ്ഞ വർഷം മുതൽ നടപ്പിലാക്കി വരുന്നുണ്ട്. ആയുഷ്മാൻ ഭാരത് ഇൻഷുറൻസ് സ്കീമിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള സ്വകാര്യ പൊതുമേഖലാ സഹകരണ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ വഴി ഈ സൗജന്യ ചികിത്സ രാജ്യമെമ്പാടും ലഭ്യമാണ്. അടുത്തത്, മുതിർന്ന പൗരന്മാരുടെ പേരിലുള്ള നിക്ഷേപങ്ങൾ കൂടിയ പലിശ നിരക്ക് ബാങ്കുകളും ധനകാര്യ സ്ഥാപനങ്ങളും നൽകുന്നുണ്ട്. സാധാരണക്കാരെ അപേക്ഷിച്ച് ഫിക്സ്ഡ് ഡിപ്പോസിറ്റുകൾ, സേവിങ്സ് അക്കൗണ്ടുകൾ എന്നിവയ്ക്ക് മുതിർന്ന പലിശ നിരക്ക് മുതിർന്ന പൗരന്മാർക്ക് സ്ഥിര നിക്ഷേപങ്ങൾക്ക് സാധാരണ FDയേക്കാൾ 0.25% മുതൽ 0.75% വരെ മുതിർന്ന പലിശ നിരക്കാണ് മിക്ക ബാങ്കുകളും ഇപ്പോൾ നൽകി വരുന്നത്. അടുത്തതായി, സൗജന്യമായും അല്ലാത്തതുമായ വിവിധ പെൻഷൻ പദ്ധതികൾ മുതിർന്ന പൗരന്മാർക്ക് മാത്രമായി സർക്കാർ നടപ്പിലാക്കി വരുന്നുണ്ട്. പോസ്റ്റ് ഓഫീസ് വഴിയും ബാങ്ക് വഴിയും നടപ്പിലാക്കി വരുന്ന സീനിയർ സിറ്റിസൺ സേവിങ്സ് സ്കീം, നാഷണൽ പെൻഷൻ സ്കീം, അതുപോലെ പ്രധാനമന്ത്രി വയോവന്ദന യോജന പോലുള്ള പദ്ധതികളിലൂടെ പ്രായമായവർക്ക് തുടർച്ചയായ വരുമാനം ഉറപ്പുവരുത്താൻ കഴിയുന്നതാണ്. അതേസമയം 60 വയസ്സ് കഴിഞ്ഞ എന്നാൽ കുടുംബ വാർഷിക വരുമാനം 1 ലക്ഷം രൂപ കവിയാത്തവർക്ക് സംസ്ഥാന സർക്കാരിൻ്റെ വാർദ്ധക്യകാല പെൻഷൻ അവർ സ്ഥിര താമസമാക്കിയ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ കോർപ്പറേഷൻ വഴി അപേക്ഷിക്കാവുന്നതാണ്. പക്ഷേ അംഗീകരിക്കപ്പെട്ടാൽ എല്ലാ മാസവും സൗജന്യമായി പെൻഷൻ ലഭിക്കുന്നതാണ്. നിലവിൽ മാസം 1600 രൂപ വീതമാണ് ക്ഷേമ പെൻഷനായി നൽകി വരുന്നത്. മുതിർന്നവർക്കായി പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ തലത്തിലും നിരവധി ആനുകൂല്യങ്ങൾ എല്ലാ വർഷവും വിതരണം ചെയ്യുന്നുണ്ട്. ഗുണഭോക്തൃ പദ്ധതികൾ വഴി സൗജന്യമായി കണ്ണടകൾ നൽകുന്ന പദ്ധതിയുണ്ട്. വൃദ്ധരായവർക്ക് ഊന്നുവടി നൽകുന്ന പദ്ധതിയുണ്ട്. വയോജനങ്ങൾക്ക് കട്ടിലും കമ്പിളിപ്പുതപ്പും നൽകുന്ന പദ്ധതിയുണ്ട്. ഇവ ഓരോ വർഷവും പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയുടെ കൃത്യമായിട്ടുള്ള വാർഷിക ഉപഭോക്തൃ പദ്ധതിയിൽ ഉൾപ്പെടുത്തുന്നതാണ് ഈ ആനുകൂല്യം നൽകുന്നത്. ഭൂപ്രകൃതിയും ജില്ലയും അനുസരിച്ച് ഓരോ പഞ്ചായത്തിനും മുനിസിപ്പാലിറ്റിയും പദ്ധതികളിൽ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാക്കും. സംസ്ഥാനത്ത് 50 വയസ്സ് മുതൽ 65 വയസ്സ് വരെ പ്രായമുള്ളവർക്ക് ഒരു സ്വയം തൊഴിൽ സംരംഭം ആരംഭിക്കുന്നതിന് 50,000 രൂപ വരെ സർക്കാർ സഹായമായി നൽകും. ഇതിൽ 12,500 രൂപ സർക്കാർ സബ്സിഡിയാണ്, അത് തിരിച്ചടയ്ക്കേണ്ടതില്ല. നവജീവൻ ഈ വായ്പാ പദ്ധതിയിൽ വിധവകൾക്കും ഭിന്നശേഷി നേരിടുന്നവർക്കും മുൻഗണന നൽകുന്നുണ്ട്. BPL വിഭാഗത്തിലും മുൻഗണനയുണ്ട്. പൊതുവിഭാഗത്തിലുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് വഴിയാണ് നവജീവൻ വായ്പാ പദ്ധതി നടപ്പിലാക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ ഇവിടെ നിന്നും ലഭിക്കും. ഈ ഇൻഫർമേഷൻ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യാൻ മറക്കാതിരിക്കുക.